നമസ്കാരം. എല്ലാവർക്കും മൈ റെക്കോർഡ്സ് PSCയിലേക്ക് സ്വാഗതം. തോൽവിറക് സമരം. തോൽവിറക് സമരം നടന്ന വർഷം 1946. തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് ചീമേനി. തോൽവിറക് സമര നായിക കാർത്യായനി. തോൽവിറക് സമരം നടന്നത് 1946 എവിടെയാണ് നടന്നത്? കാസർഗോഡ് ചീമേനി എന്ന പ്രദേശത്താണ് നടന്നത്. അതിൻ്റെ നായിക ആരാണ്? കാർത്യായനി. തോൽവിറക് സമര നായിക കാർത്യായനി. കൽപ്പാത്തി സമരം. പാലക്കാട്ടെ കൽപ്പാത്തി ക്ഷേത്ര റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് കൽപ്പാത്തി സമരം. കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടന ആര്യ സമാജം. അപ്പോൾ എന്താണ് കൽപ്പാത്തി സമരം? പാലക്കാട്ടെ കൽപ്പാത്തി ക്ഷേത്രത്തിൻ്റെ റോഡിൽ കൂടി അവർണർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് കൽപ്പാത്തി സമരം. ഈ കൽപ്പാത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സംഘടനയാണ് ആര്യ സമാജം. MSP സമരം. മലബാർ പോലീസിൻ്റെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് MSP സമരം. എന്തിനു വേണ്ടിയാണ് MSP സമരം നടന്നത്? മലബാർ പോലീസിൻ്റെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ്. MSP സമരം എന്നാൽ മലബാർ സ്പെഷ്യൽ പോലീസ് സമരം എന്നാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് സമരമാണ് MSP സമരം. MSP സമരം ആരംഭിച്ചത് 1946 ഏപ്രിൽ 16. എന്നാണ് ആരംഭിച്ചത്? 1946 ഏപ്രിൽ 16. MSP സമരം അവസാനിച്ചത് 1946 ഏപ്രിൽ 24. ഈ സമരത്തിന് ശേഷം ഏകദേശം 645 പോലീസുകാരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പിരിച്ചുവിട്ടു. അപ്പോൾ മലബാറിലെ പോലീസിൻ്റെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും കൂടുതലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് നടത്തിയൊരു സമരമാണ് മലബാർ സ്പെഷ്യൽ പോലീസ് സമരം. 1946 ഏപ്രിൽ 16 തുടങ്ങി 24 അവസാനിച്ചു. ഇതിനെ തുടർന്ന് 645 പോലീസുകാരെ സേനയിൽ നിന്നും ബ്രിട്ടീഷ് പിരിച്ചുവിടുകയും ചെയ്തു. തളി ക്ഷേത്ര സമരം. തളി ക്ഷേത്ര സമരം നടന്ന വർഷം 1917. തളി ക്ഷേത്ര സമരം നടന്നത് 1917. തളി ക്ഷേത്ര സമരത്തിൻ്റെ ലക്ഷ്യം കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കുമായി തുറന്നു നൽകുക. എന്തിനു വേണ്ടിയാണ് തളി ക്ഷേത്ര സമരം നടന്നത്? കോഴിക്കോടുള്ള തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കുക എന്നു സംബന്ധിച്ചാണ് ഈ സമരം നടന്നത്. തളി ക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് C. കൃഷ്ണൻ. തളി ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവാരാണ്? C. കൃഷ്ണൻ. നേതൃത്വം നൽകിയ മറ്റ് നേതാക്കൾ KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ. അപ്പോൾ തളി ക്ഷേത്ര സമരം 1917 കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് നടന്നതാണ്. പ്രധാന നേതാവ് C. കൃഷ്ണനാണ്. മറ്റ് നേതാക്കൾ KP കേശവമേനോനും മഞ്ചേരി രാമയ്യർ എന്നിവരാണ്. മാഹി വിമോചന സമരം. മാഹിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി നടന്ന സമരമാണ് മാഹി വിമോചന സമരം. മാഹി വിമോചന സമരം നടന്ന വർഷം 1948. മാഹിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് മാഹി വിമോചന സമരം. അത് നടന്നത് 1948. മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന മയ്യഴി മഹാജനസഭ. മാഹി വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? മയ്യഴി മഹാജനസഭ. മയ്യഴി മഹാജനസഭ രൂപം കൊണ്ട വർഷം 1938. മയ്യഴി മഹാജനസഭ രൂപം കൊണ്ടത് 1938. മഹാജനസഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ച് പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം 1948 ഒക്ടോബർ 22. അപ്പോൾ മഹാജനസഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ചുകാരുടെ പതാക അഴിച്ചു മാറ്റിയിട്ട് അതിന് പകരം ഇന്ത്യൻ പതാക ഉയർത്തി. അതെന്നാണ്? 1948 ഒക്ടോബർ 22. ഫ്രഞ്ചുകാർ വിമോചന സമരം അടിച്ചമർത്തിയത് 1948 ഒക്ടോബർ 28. ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രഞ്ചുകാർ ഈ സമരം അങ്ങ് അടിച്ചമർത്തി. എന്നാണ്? 1948 ഒക്ടോബർ 28. സമരക്കാർ മയ്യഴിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് 1954 ജൂലൈ 14. സമരക്കാർ മയ്യഴിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് എന്നാണ്? 1954 ജൂലൈ 14. മാഹി വിമോചന സമരത്തിൻ്റെ പ്രധാന നേതാവ് IK കുമാരൻ മാസ്റ്റർ. മാഹി വിമോചന സമരത്തിൻ്റെ പ്രധാന നേതാവാരാണ്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററാണ്. മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട വർഷം
1954 ജൂലൈ 16. മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിക്കപ്പെട്ട വർഷം ഏതാണ്? 1954 ജൂലൈ 16. അപ്പോൾ മാഹി വിമോചന സമരം നടന്നത് 1948 അതുമായി ബന്ധപ്പെട്ട പ്രധാന സംഘടനയാണ് മയ്യഴി മഹാജനസഭ. അത് രൂപീകരിച്ചത് 1938. അങ്ങനെ മയ്യഴിയിലെ ഈ മഹാജനസഭയിലെ വിപ്ലവകാരികൾ എല്ലാവരും കൂടി ഫ്രഞ്ചിൻ്റെ പതാക അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയതെന്നാണ് 1948 ഒക്ടോബർ 22. ഈ മയ്യഴി വിമോചന സമരം അടിച്ചമർത്തിയതെന്നാണ് 1948 ഒക്ടോബർ 28. സമരക്കാർ മയ്യഴിയിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത് 1954 ജൂലൈ 14. പിന്നെ ഈ മയ്യഴി ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് ഈ 1954 ജൂലൈ 16. മാഹി വിമോചന സമരത്തിൻ്റെ പ്രധാന നേതാവ് I.K. കുമാരൻ മാസ്റ്ററാണ്. I.K. കുമാരൻ മാസ്റ്ററെയാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇത് എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? I.K. കുമാരൻ മാസ്റ്റർ. ഇനി ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ശൂരനാട് കലാപം നടന്നത് ഏത് വർഷമാണ്? 1949 ശൂരനാട് കലാപം നടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.